ഞാൻ ഏതാണ്ട് 1 മാസത്തോളമായി ഇങ്ങനെ വൈകിട്ട് 7 മണിയായപ്പം ഫോൺ ചാർജ് ചെയ്യാനായിട്ട് നിന്നപ്പം ചാർജിലിരിക്കുമ്പോൾ എന്നെ വിളിക്കുന്ന കേട്ടോണ്ട് ഞാൻ ഉടനെ തന്നെ ഫോൺ ചെന്നെടുത്ത് കഴിഞ്ഞിട്ട് തെലുങ്കിൽ സംസാരിക്കുന്നതായിട്ടാണ് വന്നത്. ബോംബെയിൽ നിന്ന് സംസാരിക്കുന്നത് പോലെ നിന്നാ സംസാരിക്കുന്നതെന്ന് പറയുകയും അതനുസരിച്ച് ഞാൻ പറഞ്ഞു എന്താ വിശേഷം. അന്നേരം ഉടനെ ചോദിക്കുന്ന യുവർ ഇംഗ്ലീഷ് ഓർ തെലുങ്ക് തമിഴ് എന്നൊക്കെ ചോദിച്ചു. ഇത്രയും പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ് നീ പിന്നെ എനിക്ക് ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിയാം, സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ ഉടനെ തന്നെ അവൻ ഇങ്ങോട്ട് പറയുകയാണ് യു ആർ അണ്ടർ അറസ്റ്റ് എന്നോ. ഞാൻ പറഞ്ഞ അറസ്റ്റ് ചെയ്യാൻ ഞാൻ മറ്റ് പ്രശ്നങ്ങളും ഒന്നും എനിക്കില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു ഉത്തമ ബോധ്യത്തോട് പറഞ്ഞ് പോകാം എൻ്റെ പാട്ടിന്. ഞാൻ വളരെ ഇതായിട്ട് ഇച്ചിരി ക്രൂഷ്യലായിട്ട് സംസാരിച്ച് വിട്ട് അപ്പം തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഒന്ന് പോടേ ഇവിടുന്ന്. സൈബർ അറസ്റ്റ് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ, സൈബർ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയ ആൾക്കാരുടെ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അങ്ങനെയുള്ള ധൈര്യം ചാൾസ് ശിവരാജൻ്റെ അടുക്കൽ മാത്രമല്ല, നമ്മുടെ കൊട്ടാരക്കര ലോവർ കരിക്ക് സ്വദേശി ജോൺ കുട്ടി അച്ഛൻ്റെ അടുക്കലുണ്ട്. ജയോ 1 മാസം ആയല്ലേ? 1 മാസം. എന്നിട്ട് എന്ത് ചെയ്തു? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മോനെ വിളിച്ച് കഴിഞ്ഞപ്പം മോന് ഇപ്പം ഇതാ വരുന്നതെന്ന് പറഞ്ഞ് വന്നപ്പോഴും ഞാൻ ഈ വിവരങ്ങൾ പറഞ്ഞു. ഉടനെ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് പെറ്റീഷൻ കൊടുക്കാമെന്നോ. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നേരെ പൈസ ഉള്ളത് കൊണ്ട് ചിലപ്പം വല്ല അറിയാമായിരിക്കും. അതിന് 2 ദിവസം അറിഞ്ഞത് ഇപ്പം തട്ടിപ്പാണെന്ന് എങ്ങനെ മനസ്സിലായി? അറസ്റ്റ് എന്ന് പറഞ്ഞ് യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്നോടാ കളി. എന്നിട്ട് ഈ നാട്ടുകാരൊക്കെ എങ്ങനെ അറിഞ്ഞത്? നമ്മളത് വാർത്ത കൊടുത്തായിരുന്നു. മാതൃഭൂമി വാർത്ത കൊടുത്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം പിന്നെ മൊബൈൽ വന്നപ്പം ബന്ധുക്കളും അല്ലാത്തവരും ഒക്കെ, ഞാൻ ഈ ബിസിനസ്സൊക്കെ ആയതുകൊണ്ട് പല നാടുകളിൽ നിന്നും എൻ്റെ ഫോട്ടോയൊക്കെ കണ്ടുകൊണ്ട് ചായോ ഇന്നോണം എന്തോ വിശേഷം കണക്കപ്പെടാത്ത കാശൊക്കെ ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. എങ്ങനൊരു ധൈര്യം വന്ന് ഈ അറസ്റ്റ് ചെയ്യത്തേക്കാളും ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനൊരു സംഭവം വേറൊരാളെ കൊണ്ട് മോശം രീതി പറയിപ്പിക്കാൻ ഞാൻ അവസരം ഉണ്ടാക്കിയിട്ടില്ല. അതെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇത് പിന്നെ അവിചാരിതമായി ഓടി വന്ന് നമുക്കെന്തോ കാര്യം, അല്ലെങ്കിൽ വരട്ടെ, നമുക്ക് എന്താന്ന് വെച്ചാൽ പറയട്ടെ. അന്നേരം ഈ മനുഷ്യരെ കണ്ടുപിടിക്കണം. ഏതെങ്കിലും തട്ടിപ്പുകാർ നിങ്ങളുടെ മുമ്പ് വരുവാണെങ്കിൽ ഈ കഥാപാത്രത്തെ മാത്രം ഓർത്താൽ മതി. അപ്പം അടിപൊളി ഗംഭീരമായിട്ട് പോട്ടെ. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം അച്ഛനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.